നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ സാറിനോട് പല കാര്യത്തിലും നമുക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പുകൾ നമ്മൾ ഓരോ സമയത്ത് വിയോജിപ്പുകളായിട്ട് തന്നെ പറയാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ നിലവിൽ ഇറാന്, ഇസ്രായേൽ, അമേരിക്ക ഇവർ തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതല്ലെങ്കിൽ നടത്തിയ പ്രസ്താവനകൾ അത് അഭിനന്ദനാർഹമാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യക്കൊരു പ്രധാനമന്ത്രി ഉണ്ടല്ലോ, അവർ പോലും ഒരു അനങ്ങാപ്പാറ നയം എന്നൊക്കെ പറയാം, മൗനമായിരുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം അമേരിക്ക ഇസ്രായേലിനോടൊക്കെ, അതല്ലെങ്കിൽ നെതന്യാഹുവിനെ 2 ദിവസം മുമ്പേ കണ്ടതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പോലും ഈ പറയുന്ന സാമ്രാജ്യത്വ ശക്തികളായിട്ടുള്ള അല്ലെങ്കിൽ തിന്മയുടെ ശക്തികളായിട്ടുള്ളവരുടെ ദാസന്മാരായി മാറുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ധീരമായിട്ട് ഈ പറയുന്ന ഇസ്രായേലിനെതിരെയും അതുപോലെ തന്നെ അമേരിക്കക്കെതിരെയും കൃത്യമായിട്ട് പറഞ്ഞ അവർ എന്താണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും അതുമായിട്ട് അങ്ങനെയൊക്കെയുള്ള സംഗതി തന്നെയാണ് ഇന്ത്യയിൽ ഈ RSSഉം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനേ പറ്റും. എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് മുമ്പേ കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടി സാറാണെങ്കിലും, ഇനി അതല്ലെങ്കിൽ കരുണാകരൻ, ഇനിയിപ്പോൾ നമുക്കറിയാം ആൻ്റണി, അങ്ങനെ പല മുഖ്യമന്ത്രിമാർ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊന്നും സത്യം പറഞ്ഞാൽ ഇങ്ങനെ ധീരമായിട്ട് പറയാൻ പറ്റില്ല. സംഗതി നമ്മൾ ഉള്ളത് പോലെ തന്നെ പറയണമല്ലോ. അതാണല്ലോ നമ്മളിപ്പോൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് നമുക്ക് അനുകൂലമൊക്കെ ആണെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ പറയാം എന്നുള്ളതല്ല. ഈ സംസാരം നമുക്ക് ആ ഒരു വേണമെങ്കിൽ സ്പീച്ച് കേട്ടോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ക്ലാരിറ്റിയോട് ക്ലിയറാണ് അദ്ദേഹം പറഞ്ഞത്. ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്ന നരേന്ദ്രമോദിയാണ് നാം കാണുന്നത്. അവർ രണ്ടും ഇരട്ടപ്പറ്റ സഹോദരങ്ങളാണ്. ഇസ്രയേലിലെ ഇന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ഇവിടുത്തെ RSS രണ്ടും ഇരട്ടപ്പറ്റ സഹോദരങ്ങൾ. അതിന്റെ ഭാഗമായി ഇസ്രയേലിനെ പിന്താങ്ങുന്നു. അമേരിക്ക നടത്തിയ ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറില്ല. ശരിയല്ലേ? നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ പറ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞ ആ ഒരു നിലപാടല്ലേ എന്ന് നിങ്ങൾ കേട്ടിട്ട് പറ.